ഇഷ്ടായി നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത് പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. അൽ റഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികവും കുടുംബ സംഗമവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ സേവന മേഖലയിൽ അൽ റഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. അൽ റഹ്മ ചാരിറ്റബിൾ സൊസൈറ്റി 10ാമത് വാർഷികവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മുടെ കൈകളെത്തുക, അവരിലേക്ക് ഒരു കലവും അവരിലേക്ക് ഒരു സ്നേഹസ്പർശം പ്രവർത്തിയുണ്ടോ അവരോടൊപ്പം ചേർന്നിരിക്കുക. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തകരെയും ഹൃദയം നിറഞ്ഞ് വണങ്ങിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ജനങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും കഴിഞ്ഞ 10 വർഷമായി സാമൂഹ്യ ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന അൽ റഹ്മയുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ സമൂഹം പ്രോത്സാഹിപ്പിക്കണമെന്നും വഴിതെറ്റുന്ന യുവതലമുറയെ നേരിന്റെ പാതയിലേക്ക് നയിക്കുവാൻ കൂടി സംഘടനയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് എസ് ഫാറൂഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് മുഹമ്മദ് യാസീൻ ഹൈദ്രൂസി പ്രാർത്ഥന നടത്തി. അഹമ്മദുൽ കബീർ ഹാജി ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ ഇദ്രീസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വി കെ സിറാജുദ്ദീൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആസ്ഥാന മന്ദിരത്തിലെ രേഖകൾ കൈമാറൽ കെ എം സലീം നിർവഹിച്ചു. അൽ റഹ്മ വൈറ്റ് സെറ്റിന്റെ ഉദ്ഘാടനം 2025ലേക്കുള്ള പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങൽ എന്നിവ ദലീമ ജോജോ MLA നിർവഹിച്ചു. അഡ്വക്കേറ്റ് എ മാരിഫ്, അഡ്വക്കേറ്റ് രാഖി ആന്റണി, മക്കാർ ഹാജി, അബ്ദുൽ സലാം മോങ്ങം, അബ്ദു ഹാജി, അബ്ദുൽ അസീസ് ബഖവി, എം ജമാൽ അസേരി, അജിത് കുമാർ, അഷ്റഫ് പുല്ലുവേലി, വി കെ മനോഹരൻ, അൽ റഹ്മ ജനറൽ സെക്രട്ടറി സലീം ചെറുകാട്, സജീബ് ജലാൽ, വി എം മിർസാദ്, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ.